കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 9-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകാതെ കർത്താവായ ദൈവത്തിൽ വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നത്. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 19-ാം അധ്യായം വ്യക്തമാക്കുന്നു: കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും അകന്നുപോയ വ്യക്തിയെയും, പാപത്തിൽ മുഴുകി ജീവിക്കുന്ന വ്യക്തിയെയും, ഭാവി നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതി നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തിയും കണ്ടെത്തി ശുഭമായ ഭാവിയിലേക്ക് നയിക്കുവാൻ കാത്തിരിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട് എന്ന്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. നിന്റെ ആകുലതകൾക്ക് വിരാമമിടുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ നിരാശകൾക്ക് വിരാമമിടുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ പ്രതികൂല സാഹചര്യത്തെയും ഇല്ലായ്മയെയും ബന്ധനങ്ങളെയും അഴിച്ചു മാറ്റുന്ന ഒരു ദിവസം കർത്താവായ യേശു ക്രിസ്തു നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് തിരുവചനം വ്യക്തമാക്കുന്നത്: ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. കർത്താവായ യേശുവിന്റെ തിരുമുമ്പിൽ നാം സമർപ്പിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടും എന്ന വിശ്വാസത്തോടുകൂടി ഈ പ്രഭാതത്തിൽ അവിടത്തോട് പറയാം: കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണമേ, ഒന്ന് ഇടപെടണമേ. എൻ്റെ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കണമേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ഓ എൻ്റെ യേശുവേ, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് അവിടുത്തെ ആത്മാവിനെ അയക്കണം. രൂപരഹിതമായ ഞങ്ങളുടെ ജീവിത രീതി, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ, പ്രാർത്ഥനകളെ അവിടുന്ന് രൂപമുള്ളതാക്കി മാറ്റണമേ. കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. കാക്ഷിക്കുമ്പോ ആത്മാവിനായി ദാഹിക്കുന്നേ, മാന്യത്തോടിനായി കാക്ഷിക്കുമ്പോ ആത്മാവിനായി ദാഹിക്കുന്നേ. ആ ജീവനീരെനിക്കേകണമേ,
യേശുവേ, കുശവന്റെ കയ്യിലെ മൺപാത്രം പോലെ അവിടുന്ന് ഒരു നല്ല പാത്രമാക്കി എന്നെ മാറ്റണം. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്നെ മെനയണമേ, എന്നെ അനുഗ്രഹിക്കണം. ഇന്ന് അങ്ങയുടെ ആത്മാവിനായി ദാഹിക്കുന്ന ഓരോ മക്കൾക്കും കർത്താവെ അവിടുത്തെ ആത്മാവിനെ വർഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണം. ഈശോയെ, ഞങ്ങളെ സഹായിക്കണം. ഓ എൻ്റെ യേശുവേ, പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനാൽ മെനഞ്ഞിടണേ. ഓ എൻ്റെ യേശുവേ, പാഴായി പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനാൽ മെനഞ്ഞിടണേ. ആ കുശവൻ കയ്യിലേകുന്നിതാ ഒരു മാനപാത്രമായി മാറ്റിടണേ. ആമേൻ. ആ കുശവൻ കയ്യിലേകുന്നിതാ ഒരു മാനപാത്രമായി മാറ്റിടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി ആഴത്തിലെന്നോടും ഇടപെടണേ. ഓ എൻ്റെ യേശുവേ, ആത്മാവിലെന്നോടും ഇടപെടണേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മാവിലെന്നോടും ഇടപെടണേ. ഓ യേശുവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈശോ, അങ്ങയുടെ ഓട് നിലവിളിക്കുന്ന ഓരോ മക്കളുടെ നിലവിളിയും അങ്ങ് ശ്രവിക്കണമേ, അനുഗ്രഹിക്കണം. യേശുവേ, അങ്ങേക്ക് മഹത്വം. യേശുവേ, അങ്ങേക്ക് സ്തോത്രം. അങ്ങേക്ക് ആരാധന. കർത്താവേ, അങ്ങേക്ക് എന്നും സ്തുതി. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ആത്മാവിലെന്നോടും ഇടപെടണേ. ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. ഇന്ന് ദൈവത്തിന് മുമ്പിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവ് ശ്രവിച്ച് ഇവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.